ഇൻസ്റ്റാഗ്രാമിന് തീയിടുക എന്നതാണ് പുതിയ പ്രയോഗം. അത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിന് തീയിട്ട ഒരു മുതലാണ് ഇന്ന് എനിക്ക് ഒപ്പം ഉള്ളത്. ആരാണ് എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മണി. ഹായ്. മണികണ്ഠ എന്നാണ് പേര്. കാസർഗോഡുകാരനാണ്, മുളിയാറാണ്. അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ എവിടെയാണ് പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയില് പെരിയാണ് സ്ഥലം. അവിടെ MA കന്നഡ ചെയ്യുന്നു, സെക്കൻഡ് ഇയർ. MA കന്നഡ ചെയ്യുന്നു. അപ്പൊ ശരിക്കും മലയാളിയാണോ കന്നഡക്കാരനാണോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എൻ്റെ വീട്ടില് കന്നഡയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കന്നഡയാണ്, പക്ഷെ ഞാൻ പൊതുവെ പുറത്തു വന്നാല് സംസാരിക്കുന്നതും ഫ്രണ്ട്സും ഒക്കെ മലയാളികളാണ്. അപ്പൊ രണ്ടു ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. അത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ മണി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിന് തീയിട്ട മുതലാണെന്ന്. അപ്പൊ എന്താണ് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ആർക്കുള്ളതൊരു യുണീക്ക് ആയിട്ടുള്ള ഐറ്റം, അതൊന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ പ്രേക്ഷകർക്ക്. ഫിംഗർ ഡ്രംസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഫിംഗർ ഡ്രംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ട് മ്യൂസിക് ഉണ്ടാക്കാം. ഇൻസ്ട്രുമെന്റ് ഇല്ലാണ്ട് മ്യൂസിക് ഉണ്ടാക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കൊടയെന്നല്ലാണ്ട് സൗണ്ട് വരുന്നില്ല. ഇത് എങ്ങനെയാ ഒരു സൗണ്ട് വരുന്നത്? അത് നമ്മുടെ ഈ വിരല് ഇവിടെ ഇങ്ങനെ തട്ടും. ഓ, ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നില്ല. ഇത് സ്നാപ്പ്, സാധാരണ ഞൊടിക്കല് എന്നെല്ലാം പറയൂലേ. അപ്പൊ ഇതാണ് ഞൊടിക്കല്. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ തട്ടലാണ്. തളർത്തിട്ട് എത്രത്തോളം തളർത്തുന്നോ അത്രത്തോളം സൗണ്ട് വരും. അപ്പൊ നമ്മൾ ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ നമുക്കും ഇങ്ങനെ സൗണ്ട് വന്നേനെ. പക്ഷെ ഓരോ പാട്ടിനനുസരിച്ച് അത് കൃത്യമായ ഒരു ഹൃദയത്തിനനുസരിച്ചൊക്കെ കൊട്ടിക്കേറാൻ ഇങ്ങനെയാണ് എത്ര കാലം വേണ്ടി വന്നത് പഠിച്ചെടുക്കാൻ? ഞാൻ ഇത് ഇപ്പോ 2.5 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മ്യൂസിക്കോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോ ഓരോ പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ ബീറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ഫിംഗർ സ്നാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പം ഞാൻ മോൻ്റെ കുറേ വീഡിയോസ് ഒക്കെ കണ്ട് അറിയാമെന്നല്ലാതെ നമുക്ക് വളരെ അറിയാത്തൊരു മേഖലയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ട്രെൻഡായി വരാനൊക്കെ എവിടെ നിന്നാണ് ആ ഒരു ഐഡിയ ഒക്കെ കിട്ടിയത്? സത്യം പറഞ്ഞ ഇത് പ്ലാൻ ഇല്ലാണ്ട് നടന്ന ഒരു സംഭവമാണ്. പിന്നെ റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇതില് 1 മിനിറ്റിൽ 235 സ്നാപ്പ് അടിച്ചിട്ട് 2022 ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊരു ശീലമായിട്ടാണ് ഞാൻ ഇത് മ്യൂസിക് ആക്കി എടുക്കണം എന്നുള്ള ഒരു തോട്ട് വന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്തു പിന്നെ അത് മ്യൂസിക് ആക്കി. റെക്കോർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആണ് അല്ലേ? പിന്നെ വേൾഡ് വൈഡ് റെക്കോർഡും ഇപ്പോൾ റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗിന്നസ് എന്നുള്ള ഒരു സ്വപ്നമാണോ മനസ്സിൽ? ഗിന്നസ് ചെയ്യണമെന്നുണ്ട്. അത് എത്രത്തോളം നമ്മൾ അതിന് ഇത്ര പോരാ, കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് അതൊരു ചെയ്യണമെന്നുണ്ട്. അതെ. അപ്പൊ നമ്മുടെ കാസർഗോഡിന്റെ മണ്ണിലേക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് അധികം വൈകാതെ മണികണ്ഠയിലൂടെ എത്തും. പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു റിതം ഒന്ന്. ഓക്കെ, ഒരു ക്ലാസിക്കൽ. ഓക്കെ. നമ്മൾ ഈ ആട്ടംകലാവേദിയുടെയൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറില്ലേ ചെണ്ട? മുമ്പൊക്കെ നമ്മളിങ്ങനെ നിന്ന് കുട്ടിയാളുകൾ പോകുന്നത്, ഇപ്പൊ പിന്നെ അതൊരു ട്രെൻഡായി വന്നൂല്ലേ ചെണ്ട. അപ്പൊ അവിടുന്ന് നമുക്കൊരു ഒരു തുള്ളാനുള്ളൊരു എനർജി കിട്ടാറുണ്ട് അവരുടെയൊക്കെ. ആ ഒരു സംഭവം എനിക്കിത് ഈ കൈ ഞൊടിച്ചിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പ്രേക്ഷകർക്ക് വിശ്വസിക്കും. കാരണം അത്രയും സൗണ്ടാണ്. അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിലൊക്കെ വിരലൊക്കെ നല്ല സുഖം ഉണ്ടായിട്ടുണ്ടാവൂലേ? പിന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഒരു വീക്ക് ഫുള്ള് റെസ്റ്റാ. കൈ ഫുള്ള് പെയിന് വന്ന് വേദനിച്ച് ചിലപ്പോ ഇത് കിട്ടും, കല്ല് കിട്ടും, നീര് വന്നിട്ട്
പിന്നെ അതാ ഭ്രാന്ത്, ആ ഒരു ഭ്രാന്തിൽ ചെയ്ത് പിന്നെ അതെ, ഇത് നമ്മൾ എപ്പോഴും പറയും ഈ ശരിയായ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഭാഗത്തേക്ക് നടക്കുകയാണെങ്കിൽ അവിടുന്ന് തിരിച്ചു നടക്കുന്നവനാണ് യഥാർത്ഥ കലാകാരൻ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു ഭ്രാന്തികളാണ് നമ്മളിങ്ങനെ എന്താ പറയണ്ടേ ഒരു വലിയൊരു പേരിലേക്കും ഒക്കെ എത്തിക്കുക. ആരാണ് വീട്ടിൽ ഏറ്റവും പ്രചോദനം ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഏട്ടൻ, എനിക്ക് 2 ഏട്ടന്മാർ, ഒരു അനിയൻ, അമ്മ ഉണ്ട്. വീട്ടില് ഭയങ്കര സപ്പോർട്ട് അമ്മയാണ്, പിന്നെ ഏട്ടൻ. ഇപ്പൊ വീട്ടില് ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അതിനേക്കാളും ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ കാസർഗോഡിലുള്ള ഒരു NGO ഉണ്ട്, ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട്. അവരും കൂടിയാണ്, അവരുടെ പ്രോഗ്രാംസിലാണ് ഞാൻ എൻ്റെ പരിപാടി അവതരിപ്പിച്ചത് ഫസ്റ്റായിട്ട്. അപ്പോൾ അതാണ് ആൾക്കാർക്ക് എത്തിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് അവരെ. അതെ, ഈ മോൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം അതായിരിക്കും, നമ്മളും ആദ്യം ശ്രദ്ധിച്ച കാര്യം. ഈ നമ്മളിപ്പോൾ ഇത് ഒരു കുറച്ച് ശ്രമകരമായൊരു ദൗത്യമാണ്, അത്രയും ഈസി അല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ആ ഒരു പെയിൻ ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ ഇതിപ്പോഴും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ചിരിയാണ്. ഇത് ഭയങ്കര ആസ്വദിച്ചാണ് ചെയ്യുന്നതെന്ന് അറിയാം, പക്ഷേ അതിനേക്കാളും വലിയ ആസ്വാദനം നമുക്ക് കൂടി തരുന്ന ഒരു പോസിറ്റിവിറ്റി ആ ചിരിയിലുണ്ട്. ആ ചിരിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് കമന്റ്സ് വന്ന ഒരു സംഭവമാണ് ചിരി. ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിരിക്കാതെ വീഡിയോ ചെയ്തതാണ്, പക്ഷെ അത് എനക്കും പോലും ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നെ ഞാൻ ഈ കച്ചി സേറ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് എൻ്റെ വൈറലായത് ഫസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ട് വീഡിയോ ചെയ്തത് അതായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് കമന്റ്സ് വന്നത് ചിരി നല്ല വാങ്ങുന്നുണ്ടെന്നാണ്. പിന്നെ അത് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൂടാന്നുള്ള തോന്നൽ വന്നിട്ട് പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് തന്നെ നമ്മള്. പക്ഷെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ താളം മാറിയാലും അത് അവര് വിഷയാക്കൂല, അത് അവരിങ്ങനെ ചിരിച്ചിട്ട് നോക്കിയോണ്ട് നിൽക്കും. ഞാനിങ്ങനെ അതുകൂടി നമ്മുടെ താളം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി അതൊരു കവറപ്പ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ അപ്പൊ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഓരോ ബീഡ്സ് വരുമ്പോ നമുക്ക് അത് ആസ്വദിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ല. അതാണ് ട്രിക്ക്. അതെ, നമ്മൾ പറയാറുണ്ട് എപ്പോഴും നമ്മുടെ പാഷനും പ്രൊഫഷനും ഒന്നാവുക എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പാഷനാണ്, അത് തന്നെ പ്രൊഫഷൻ ആക്കി എടുത്തോ ആക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത്? എങ്ങനെയൊക്കെ ഇപ്പോൾ പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു യൂണിക് ടാലന്റ് എന്ന് ഒരു ഇതിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് തന്നെ കുറെ കുട്ടികളാണെങ്കിലും ഇപ്പോൾ കുറെ ആൾക്കാർ ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വലത്തെ കയ്യിൽ എല്ലാവർക്കും പറ്റും, പക്ഷെ ഇടത്ത കയ്യിൽ വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അവരിങ്ങനെ ട്രൈ ചെയ്ത് അവരെന്നെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്തിട്ട് വീഡിയോ അയച്ചു തരും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഞാനിങ്ങനെ നിങ്ങൾ കണ്ടിട്ട് ചെയ്താണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ ഇത് +2 വെറുതെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ചെറുപ്പത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. പക്ഷെ ഇതൊരു മ്യൂസിക്കാക്കി എടുക്കണം എന്നുള്ള ഒരു തോട്ട് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു മ്യൂസിക്കാക്കി എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പുതുമാണ് ഇത് വിചാരിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പുതുമ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വെറുതെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക, ബെഞ്ചിൽ കൊട്ടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ ആയിരിക്കും ചെറിയ കാലത്ത് ഉണ്ടായിരുന്ന ഹോബീസ്. എന്റെ പണി അതായിരുന്നു. അപ്പൊ കുറ്റം പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാവൂലേ, ഇവൻ എപ്പോഴും കൊട്ടി നടക്കുകയാണ്. ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് ഒരു 4-5 ഗാങ്സ് എല്ലാം ഉണ്ടെങ്കിൽ ക്ലാസ് പീരീഡ് കഴിഞ്ഞിട്ട് പോയപ്പോഴും നമ്മൾ തുടങ്ങും, നമ്മുടെ കച്ചേരി തുടങ്ങും. അങ്ങനെയാണ് തുടങ്ങി അപ്പൊ നമ്മൾ ഒരു ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇപ്പോ ടീച്ചർമാർക്കെല്ലാം ഒരു പ്രൗഡ് എന്ന് തോന്നുന്നു. അവരൊക്കെ കാണുമ്പോൾ, ടീച്ചേഴ്സ് എല്ലാം കാണുമ്പോൾ കണ്ടതിൽ സന്തോഷം, നിന്റെ ഇതൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്നത്. ഏതൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, നീ നന്നാവാനാണ് നമ്മൾ അന്നൊക്കെ കുറ്റം പറഞ്ഞത്, നീ കൊട്ടി എവിടെയെങ്കിലും എത്തും നോക്കിയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പൊ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഞാനിപ്പോ ഡിഗ്രി കോളേജിലെല്ലാം പോകുമ്പോൾ നിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ആൾക്കാർ നല്ല അഭിപ്രായം എല്ലാം പറയുന്നത് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ടീച്ചറിന്റെ. തീർച്ചയായും. അപ്പോൾ ഈ ഇൻസ്റ്റയിൽ ഇത്രയും വൈറൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടതിന് ശേഷം ഈ പറയുന്നത് പോലെ നമ്മൾ അറിയുന്ന ടീച്ചേഴ്സും നാട്ടുകാരും അല്ലാതെ ആരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി? അങ്ങനെയുള്ള പെട്ടെന്നൊരു മൊമെന്റ് ഒക്കെ ചോദിച്ചാൽ ഏതായിരിക്കും ആദ്യം ഓർമ്മയിൽ വരുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു ആട്ടം കലാസമിതിയുടെ ചെണ്ടമേളം. അപ്പോൾ അവര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വീഡിയോസ്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അനിരുദ്ധാണ് ഇപ്പൊ മെയിൻ ലിസ്റ്റിൽ നിൽക്കുന്ന. അനിരുദ്ധ് മനസ്സിലായോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങിന് ചെയ്തപ്പോൾ അനിരുദ്ധ് കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസർ ഇപ്പോൾ ഉബൈദ് ഇബ്രാഹിം, പിന്നെ ഫണ്ടവൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ, പിന്നെ അർജുൻ അശോക്, പിന്നെ ഈ വൃദ്ധി ചെറിയ കുട്ടി, പിന്നെ
ഇവര് വിധു പ്രതാപ് അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അല്ല, ഇൻസ്റ്റയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്കൊരു അയ്യോ നമ്മളെ ഇതൊന്നും സ്വപ്നം കാണാത്തൊരു. തീർച്ചയായിട്ടും അതെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും എത്തണം എന്ന് പറഞ്ഞ് ഇവരിലേക്കൊക്കെ അനിരുദ്ധിലേക്കൊക്കെ നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് കാലം. ഇത് ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ് കമന്റ് ഇട്ടപ്പോൾ ഭയങ്കര എന്താ പറയാ, എന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിളിയെല്ലാം പാറിപ്പോയി ശരിക്കും പറഞ്ഞു. ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വീഡിയോ ചെയ്തതാ. അപ്പൊ ഞാൻ സാധാരണ ട്രെൻഡിങ് സോങ് നോക്കിയിട്ടാണ് റീൽ എടുക്കല്. അപ്പോൾ ആ ട്രെൻഡ് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് സോങ് വന്നപ്പോൾ അത് ജസ്റ്റ് ഇട്ടു, അത് അങ്ങ് കയറി ക്ലിക്കായി. പിന്നെ നോക്കുമ്പോൾ അനിരുദ്ധ് കമന്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ആ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫ്രണ്ട്സുമായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ജസ്റ്റ് 3-4 വട്ടം നോക്കി അതന്നെയാണോ ഒറിജിനൽ അക്കൗണ്ട് ആണോ, ഒറിജിനൽ അക്കൗണ്ട് ആണ് ഇത്. ഇപ്പൊ ഫസ്റ്റ് ഒരു വീഡിയോ വൈറലായി കാണുമല്ലോ, ഏറ്റവും ആദ്യമിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സിനിമയിൽ പറയുന്ന പോലെ ഷാജിയേട്ട നമ്മളൊരു അധോലോകമായി മാറിയെന്ന്, അങ്ങനെ എപ്പോഴാണ് തോന്നിയത്? ഫസ്റ്റത്തെ എൻ്റെ 1 മില്യൺ വീഡിയോ വന്നത് കച്ചിസേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. പിന്നെ ഒരു 4-5 വീഡിയോസ് ഇപ്പോൾ അത്യാവശ്യം മില്യൺ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ മില്യൺ ലിസ്റ്റിൽ ഒരു 15 മില്യൺ വ്യൂസ് വന്നത് മറ്റേ ഗുലാബി സാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുഗു സോങ്. അതാണ് ഇപ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ മനസ്സിലായ സോങ് ഉണ്ട്, പിന്നെ ഓ പിലക വെങ്കട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്, അതൊക്കെ ഇപ്പോൾ മില്യൺ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ കഴിവ് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഫ്ലൂട്ട് വായിക്കും, ചെണ്ട കൊട്ടും, മൃദംഗം വായിക്കും. എന്തൊക്കെയാണ് ഇതൊക്കെ, എവിടുന്നാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി പറയും. ആർട്ട് ഫീൽഡ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആർട്ടിസ്റ്റും കൂടിയാണ്. ഡിജിറ്റൽ ആർട്ട് വരക്കും, പിന്നെ മ്യൂസിക്കും അങ്ങനെയാണ്. അതൊരു പാഷനായിട്ട് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മ്യൂസിക്. അപ്പോൾ അത് ആ ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ ഓരോന്ന് പഠിച്ച് ഇങ്ങനെ പോകുന്നു. അതല്ലാണ്ട് ചെണ്ട മാത്രം ഞാൻ ഇപ്പോൾ ക്ലാസ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഫ്ലൂട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുന്നു. അതെ, നമ്മൾ പറയാറുണ്ട് നമ്മൾ നാടിനൊരു വിറങ്ങലിച്ച് നിന്നൊരു സമയമായിരുന്നു കോവിഡ് കാലം. ഒരുപാട് നമുക്ക് നെഗറ്റീവ്സ് വന്ന ഒരു കാലം തന്നെയായിരുന്നു കോവിഡ് കാലം. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ, ആർട്ടിസ്റ്റുകൾ, ചിത്രകാരന്മാർ, അങ്ങനെ പലരും ഉദയം ചെയ്തത്, അല്ലെങ്കിൽ എല്ലാം മാറ്റി ജീവിതത്തിന്റെ മറ്റു തിരക്കുകളിലൊക്കെ പോയവരിലുള്ള ആ ചിത്രകാരൻ ഉണരുന്നത്, ബോട്ടിൽ ആർട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നത് ആ കോവിഡ് സമയത്തായിരുന്നു. നമ്മൾ ഈ സ്നാപ്പ് തുടങ്ങിയതും ഒരു കോവിഡ് കാലത്താണ്. കാരണം എല്ലാവരും വീട്ടിലിരിക്കുമ്പോഴാണ് അവരുടെ ടാലന്റ് ശരിക്കും പറഞ്ഞ പുറത്തു വന്നത് ഈ കോവിഡ് ടൈമിലാണ്. അങ്ങനെയുള്ള ഒരു ടൈമിലാണ് എനക്കും ഈ ഒരു ഫിംഗർ ഡ്രംസ് ചെയ്യണം എന്നൊരു ഇത് വന്നത്. പിന്നെ ഞാനും കുറെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ശ്യാം വെള്ളിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനുണ്ട്, അവര് എന്നെക്കാളും മുന്നേ ഈ ഫിംഗർ ഡ്രംസ് ചെയ്തതാ. അപ്പൊ അതും ഒരു ഇൻസ്പയർ ആയിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്തോണ്ട്, പക്ഷെ അവരുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തപ്പോൾ അവരിങ്ങനെ ചെയ്ത കണ്ടപ്പോൾ നമുക്കൊരു ഇൻസ്പയർ ആണ്. അപ്പൊ അങ്ങനെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് മ്യൂസിക് ആക്കി ഞാൻ എന്റെ ടാലന്റ് കണ്ടുപിടിച്ചു. എല്ലാവരും കോവിഡ് ടൈമിലായിട്ടുണ്ടാവും അവരവരെ ടാലന്റ്. ചില ആൾക്കാർ കുക്കിങ്ങിന്, ചില ആൾക്കാർ ആർട്ടിന്, ഇപ്പൊ ബോട്ടിൽ ആർട്ട് എല്ലാം പറഞ്ഞു. അപ്പൊ അതുപോലെ ചെറിയ ആർട്ട്, ചില ആൾക്കാർ ഈ വീഡിയോസ്, വ്ളോഗ്സ്, യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയത് ഈ ഒരു പോലെ യൂട്യൂബ് ചാനലുകളൊക്കെ മുളച്ചത് ആ സമയത്തായിരുന്നു. അപ്പോൾ കോവിഡ് ഒരു വലിയ പ്രശ്നമായിരുന്നെങ്കിൽ പോലും പല കലാകാരന്മാരുടെ ഉദയം ആ വലിയ അവധിക്കായിരുന്നു. അതാണ് എല്ലാവർക്കും ഒരു പ്രചോദനമായത്. ഓക്കെ, ചെണ്ട പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. എത്ര വർഷമായി ചെണ്ട പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 1.5 കൊല്ലം. അതെ, ചെണ്ടയോടൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഭ്രമം തോന്നാനൊക്കെ എന്തായിരുന്നു കാരണം? അത് ചെറുപ്പത്തിൽ ഇങ്ങനെ ചെണ്ടമേളം കേൾക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഇതല്ലേ, എന്താ അപ്പോൾ പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ചെണ്ട പഠിക്കണം എന്ന് തോന്നി. നമ്മുടെ അടുത്ത് തന്നെ ചെണ്ട പഠിക്കുന്ന ഒരു സജിയാഷ എന്ന് പറഞ്ഞിട്ട് അവരെ കീഴിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞ കൊല്ലം അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ചെണ്ട അതിനും വർക്കൊക്കെ വന്നു തുടങ്ങി. അതില് വർക്കൊക്കെ. അപ്പൊ കല കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ജീവിച്ചു തുടങ്ങി. ഈ പറയുന്നത് പോലെ നമ്മുടെ ഇങ്ങനെയുള്ള പഠനങ്ങൾക്കെങ്കിലുള്ള പണം വീട്ടിൽ ചോദിക്കേണ്ട, നമ്മള് സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ചെറിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അത് എന്റെ ചെലവിന്, എന്റെ എന്താ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ചെലവൊക്കെ ആവുന്നുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അപ്പൊ പഠിക്കാം. വേണമെങ്കിൽ ഫ്ലൂട്ട് പഠിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഫ്ലൂട്ട് പഠിക്കാം. അതിനൊന്നും വീട്ടുകാരെ കഷ്ടപ്പെടുത്തണ്ടോ? ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും വീട്ടിൽ ഭയങ്കര സപ്പോർട്ട്. ഞാൻ ഇന്ന് ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യണ്ടെന്ന് പറയൂല. അമ്മ ആണെങ്കിലും ഏട്ടനാണെങ്കിലും ചെയ്യണ്ടെന്ന് പറയൂല. ഞാൻ ഒരു ഇൻട്രസ്റ്റ് ചോദിക്കുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പൊ അവര് ഓക്കെ പറയും, ചെയ്തോന്ന് പറയും. അപ്പൊ അവരാണ്
ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു എന്താ ഭയങ്കര ഒരു സപ്പോർട്ടാണ്, വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഭയങ്കരത്തിലുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതെ, പക്ഷേ എങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സ്വന്തം കാലം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പൊ മൃദംഗമൊക്കെ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലേ? ഇങ്ങനെയാണത് യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെയാ പഠിക്കുന്നത്? എനിക്ക് ഓരോ കാര്യം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് കിട്ടിയതും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കുറേ ആൾക്കാർ ഇങ്ങനെ റെക്കോർഡ് എടുക്കുന്ന നമ്മളിങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൂടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ആദ്യം എനിക്ക് ആർട്ടിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കുറേ സെർച്ച് ചെയ്തു, ആർട്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ഒരുപാട് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തോന്നി വേറെ എന്തെങ്കിലും യൂണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ തോട്ടെല്ലാം വരുന്നത് ബാത്റൂമിൽ നിന്നാണ്. നമ്മൾ എനിക്ക് അത് എന്താ ഒരു തോട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ബാത്റൂം. സോ അവിടെയാണ് എൻ്റെ എല്ലാ കഴിവും പുറത്ത് വരുന്നത്. സോ ആ ടൈമിലാണ് ഞാൻ ഈ ആർട്ട് വിട്ടിട്ട് മ്യൂസിക്കിൽ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോഴാണ്. അപ്പം നമ്മളിങ്ങനെ എന്താ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് അത് മ്യൂസിക് ആക്കി കൂടാ എന്നിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയാസിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താ കുറേ ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് എടുക്കാനാണ് എൻ്റെ ഒരു. അപ്പോൾ സോഷ്യൽ മീഡിയാസ് തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരെ നല്ല നിലയ്ക്ക് എത്തിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാരെ താഴെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ എൻ്റെ ഒരു കൺസിഡറിൽ ഞാനൊരു പോസിറ്റീവായിട്ട് എടുത്തോണ്ട് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ കൈയൊക്കെ നീര് വെച്ച് വേദനിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല, ഇനി ഇത് വിരലിന് വല്ല പ്രശ്നം ഉണ്ടാക്കിയെങ്കിലോ എന്നൊക്കെ ഓർത്ത് അവിടെ വെച്ച് പിന്മാറുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ അതും കഴിഞ്ഞ്, കാരണം നമുക്കൊരു മെന്റർ ഇല്ലാത്തടത്തോളം, ഒരു ഗുരുനാഥൻ ആ കൂട്ടത്തിൽ ഇല്ലാത്തടത്തോളം നമ്മൾ തന്നെ കൊട്ടിപ്പടിക്കുവാണല്ലോ. അപ്പൊ അവിടെ നിർത്തുന്നതാണ് ഞാൻ കണ്ടുവന്നിരുന്നത്. പക്ഷെ ഇത് അതല്ല, അതിനപ്പുറം എനിക്ക് എത്താനുണ്ട് എന്ന് തോന്നുകയും അവിടെ എത്തുകയൊക്കെ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാല് ഇതിപ്പോ ആദ്യം ചെയ്തപ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോ എനിക്ക് എന്തെങ്കിലും ആ റെക്കോർഡ് എടുക്കണം എന്ന് എൻ്റെ ഉള്ളിലൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെടും. നമ്മളൊരു എഡിക്റ്റായ ഒരു സാധനത്തിന് എഡിക്റ്റ് ആയാൽ നമ്മൾ എന്തായാലും അത് ചെയ്യണം എന്ന് തോന്നും. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യില്ല. പക്ഷേ പ്രശ്നമുണ്ട്, ഇപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ റിസ്റ്റിന് കംപ്ലൈൻറ്റ് ഉണ്ട്, ബോണിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആദ്യം പറയും ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം, അവരെ എന്താ കൺസൾട്ട് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ എനിക്ക് നെഗറ്റീവ്സ് കമൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്, നീ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ കുട്ടി നിന്റെ കൈയിനെ വേസ്റ്റ് ആക്കുന്നത് പറഞ്ഞിട്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിത് ഒരു പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു രസം, പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യില്ല. ഇങ്ങനെ റീൽ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും, ജസ്റ്റ് 1 or 2 ഇത്രയേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ 2 ടേക്ക് അത്രേ ഉള്ളൂ. അത് അതിൽ ഓക്കെ ആണ്. അത് ഓക്കെ ആയില്ലെങ്കിലും അത് ഞാൻ അപ്ലോഡ് ചെയ്യും, അങ്ങനെയാണ്. അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമ്മള് പാടുന്നവരെ കുറിച്ച് അവര് ചിലപ്പോ പാടി ഹൈപ്പിച്ചൊക്കെ പാടി തൊണ്ടയിൽ ബ്ലഡ് വന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയ പാട്ടുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ. എന്ന് പറഞ്ഞിട്ട് അയ്യോ ഇതെന്റെ തൊണ്ടയ്ക്ക് കേടാണ്, എന്റെ വോക്കൽ കോഡിന് കേടാണെന്ന് പറഞ്ഞ് പാട്ട് നിർത്തി ആരെയും നമുക്ക് അറിവില്ലല്ലോ. അപ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്ന ചില കഴിവുകൾ അത് ഏറ്റവും കൃത്യമായി കണ്ടെത്താൻ, ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് മണിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഫ്രണ്ട്സും വീട്ടുകാരും ഒക്കെ കൂടെ നിൽക്കുന്നതും ഒരു വലിയ ഭാഗ്യം. ഇനിയും മുന്നോട്ട് ഒരുപാട് ദൂരങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, യൂട്യൂബ് ഇപ്പൊ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു കോവിഡ് സമയത്ത് ഇങ്ങനെ കൂണ് പോലെ ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് വരികയും അതിൽ നിന്ന് വലിയ എന്താ പറയുക സാലറി ഒക്കെ വാങ്ങി തുടങ്ങിയ ഒരു കാലമായിരുന്നു. ഇപ്പോഴും അത് തുടർന്നു പോകുന്നു. അപ്പം ആ രീതിയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല വ്യൂ ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണമെന്നും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ പാസ്വേഡ് മറന്നുപോയതുകൊണ്ട് അത് ഒന്ന് ഡ്രോപ്പായി. പക്ഷെ ആദ്യം ഒന്ന് എന്താ ചെയ്യണമെന്നുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്. കുറേ പേര് എന്നടുത്ത് സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് യൂട്യൂബ് ചാനലും കൂടി തുടങ്ങി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൊളാബറേഷൻ ഒക്കെ കിട്ടും, പരിപാടിക്കെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ കൊളാബറേഷൻ, അങ്ങനെ ഇതിൽ ചെറിയൊരു എമൗണ്ട് കിട്ടും. പക്ഷെ യൂട്യൂബ് ചെയ്താൽ നമ്മൾ തന്നെ ഒരു സ്വന്തമായിട്ടൊരു വരുമാനമായി. അപ്പോൾ അത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്താണ്. പക്ഷെ ആ ടൈമിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തോന്നുന്നു ആ ടൈമിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നേനെ. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടി ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എന്താ ഇൻസ്റ്റ നെയിം തന്നെ വെച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റയിൽ തന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനെ ഒരു ചാനൽ ഞാൻ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കുറെ സബ് കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് അതും കൂടി ഇടുമ്പോൾ
ആൾക്കാർ ഇങ്ങനെ നോക്കി അതിൽ കുറെ ആൾക്കാർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെ, അല്ല നമ്മള് ഒരു കല കൊണ്ട് നടക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ അതിനെ നമുക്ക് ജീവിതോപാധിയാക്കി മാറ്റാൻ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ചില്ല് ചെയ്ത് നടക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമാണോ? ഒരുപാട് അങ്ങനെ ആ ചോദ്യത്തിന് തന്നെ എന്ത് പ്രസക്തി ഉണ്ടല്ലേ? കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന പൊതുവെ കുറവാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് കൂടുതലും ടൈമും. അപ്പോൾ വീട്ടിൽ ഞാൻ ആകെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമേ പോകുന്നത്. എൻ്റെ അമ്മയിൽ എന്നെ കാണുന്ന തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ രാവിലെ എണിച്ച് ഞാൻ പോകും. അല്ലെങ്കിൽ കോളേജ് ടൈം ആണെങ്കിൽ കോളേജ് ടൈമിലുണ്ടാവും. വരുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആവും. പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 12 മണിയൊക്കെ കഴിയും വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ കൂടുതലും ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. പക്ഷേ ചില ടൈമിൽ എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ ഒന്നിച്ചും സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നും. പക്ഷെ അത് ചിലപ്പോൾ കിട്ടാറില്ല. ഞാൻ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ഈ സൺഡേസ് ഒക്കെ ഒന്നും പരിപാടി ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും, വെറുതെ വീട്ടിലിരിക്കും. പക്ഷെ അങ്ങനെ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്ര മണിക്ക് വീട്ടിൽ കയറണം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പണ്ട് ഇങ്ങനെ അയച്ചു വിട്ട ഒരു പക്ഷേ പോലെ ആയ. കാരണം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടേ പോകും, ഇങ്ങനെ പരിപാടിക്ക് പോകുന്നുണ്ട്, എത്തുമ്പോൾ ലേറ്റ് ആവും. പക്ഷെ അമ്മ വിളിക്കും, എവിടെ ഉണ്ട് എന്ന് ചോദിക്കും. പക്ഷെ അമ്മയ്ക്ക് അറിയണല്ലോ മോനെ പോകുന്നു. സമയത്ത് ഒരു 6, 6:30 ഒക്കെ ആകുമ്പോൾ അമ്മ വിളിച്ചു ചോദിക്കും എവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു പരിപാടിന്റെ അടുത്തുണ്ട്, ഇല്ലെങ്കിൽ ലേറ്റ് ആവും എന്ന് പറഞ്ഞാല് അമ്മ വാതിലൊന്നും പൂട്ടാണ്ട് ഇങ്ങനെ കാത്തുക്കും. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വരുന്നവരെ അമ്മ ഉറങ്ങൂല. അതാണ് അതിന്റെ ഒരു സത്യം. അത് നമ്മൾക്ക് സ്നേഹം കൊണ്ടുള്ള ഒരു സങ്കടം ഉണ്ടാവും. അപ്പൊ തോന്നും അയ്യോ കുറച്ചും കൂടി നേരത്തെ പറ്റാറുമില്ല. അപ്പൊ 4 ആമ്പിള്ളേരാണ് വീട്ടിലെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ കുട്ടിക്കാലമൊക്കെ? അടിയും പിടിയും ഒക്കെ ആയിരുന്നോ? ചെറിയ അനിയൻ നല്ല വാശി ഉണ്ടായിരുന്നു. പിന്നെ ഞാനും രണ്ടാമത്തെ ഏട്ടൻ നല്ല ബോണ്ടിങ് ആയിരുന്നു ആ ടൈമിൽ. വലിയ ഏട്ടൻ ഒരു അങ്ങനെയായിരുന്നു. പിന്നെ എന്താ ഏട്ടൻ്റെ അടുത്ത് അത്ര വലിയ കമ്പനി അതെ, പക്ഷെ ഞാനും രണ്ടാമത്തെ ഏട്ടൻ നല്ല കമ്പനി ആയിരുന്നു. ഇപ്പൊ എല്ലാവരും നമ്മളെല്ലാം ഒരു സൈസ് പോലെ ഉണ്ട് ഇപ്പൊ. അപ്പൊ അമ്മ കുറച്ച് ചെറുതായോണ്ട് ഇപ്പൊ 4 ആൾക്കാർ വലുത്, അമ്മ കുഞ്ഞാ. അപ്പൊ അമ്മനെ ഭയങ്കരത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ നല്ലതാ 4 ആൺപിള്ളേരാണ്, അമ്മനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുവാണ് എന്ന് പറയൂലേ. ഏട്ടന്മാരൊക്കെ എന്താ ചെയ്യുന്നത് രണ്ടുപേരും? വലിയ ഏട്ടൻ ഇപ്പൊ ജിയോളജിസ്റ്റ് ആണ്, മാംഗ്ലൂരാണ് ജോബ് ചെയ്യുന്നത്. ചെറിയ ഏട്ടൻ PSC ഒക്കെ പഠിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഡിഗ്രി PG ചെയ്യുന്നു. ചെറിയ അനിയൻ +1 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും. അതെ. അപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെങ്ങൾ അനിയത്തിക്കുട്ടി വേണമെന്നോ അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാവണമെന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? കൊറേ ഉണ്ടായിരുന്നു, ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോ അമ്മയുടെ അനിയത്തിരെ കുഞ്ഞുണ്ട്, 2 ആൾക്കാർ, 2 പെണ്ണാണ്. അപ്പോ അവര് നമുക്ക് സ്വന്തം അനിയത്തി പോലെ. പിന്നെ ഇപ്പോ എന്താ കോളേജിലാണെങ്കിലും ഇപ്പൊ ഡിഗ്രിയില് അങ്ങനെയെല്ലാം ആണെങ്കിൽ അവർക്ക് എന്താ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സായിട്ട് കുറെ ആൾക്കാരുണ്ട്. അനിയത്തിമാർ ഇപ്പോഴും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറെ അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയൊക്കെ പഠിച്ചങ്ങ് പോകുന്നു. ഈ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടേ നമ്മൾ ചെയ്ത ഒരു കാര്യം അന്ന് അത് വലിയ കാര്യമായിട്ട് ചെയ്തതായിരിക്കാം, പക്ഷെ പിന്നീട് ഓർക്കുമ്പോ അയ്യോ അത് കുറച്ച് ബ്ലെൻഡർ ആയി പോയി എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? 10ാം ക്ലാസ്സിന്റെ ഒരു ഓർമ്മ. 10ാം ക്ലാസ്സിൽ നമുക്ക് ഇപ്പൊ പറയാവുന്നതല്ല, അതായത് കുഴപ്പമില്ല. 10ാം ക്ലാസ്സിൽ സോഷ്യലും പിന്നെ മാത്സും നമുക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഒരു ടൈമിൽ നമ്മുടെ ഓടിട്ട ഒരു സ്കൂളായിരുന്നു. അപ്പോൾ നമുക്ക് മഴ ടൈം ആയതുകൊണ്ട് തന്നെ 2 ദിവസം ക്ലാസ് വേണ്ടെന്ന് നമുക്ക് ഭയങ്കര വാശിയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച സൺഡേസ് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് കല്ലെറിഞ്ഞ് അത് നമ്മുടെ ക്ലാസ്സിലേക്ക് മാത്രം ആ ഓടിന്റെ മുകളിൽ കല്ലെറിഞ്ഞ് അത് പൊട്ടിച്ച് പിറ്റേ ദിവസം നമുക്കൊന്നും അറിയാത്ത പോലെ വന്ന് നോക്കുമ്പോഴേക്കും ഫുള്ള് ഒലിച്ചിങ്ങനെ വെള്ളം ഫുള്ളും നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പോഴത്തേക്ക് അന്ന് നമുക്ക് ലീവ് വന്നു. അപ്പൊ നമ്മ വന്നിട്ട് അയ്യോ ആരോ വന്ന് പൊട്ടിച്ചു എന്നല്ല. അപ്പൊ നമുക്കൊന്നും അറിയാത്ത പോലെ. പിന്നെ അവിടെ കുറച്ചിങ്ങനെ എന്താ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അവര് വന്നിട്ട് ചെയ്തായിട്ടുണ്ട്. അപ്പൊ നമ്മളാണ് അത് ശരിക്കും പൊട്ടിച്ചത്. അന്ന് ലീവ് വന്നു. അന്ന് ലീവ് കിട്ടി. ഇന്നും നമ്മളത് സത്യം പറഞ്ഞിരിക്കുന്നു. ടീച്ചർമാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ചിലപ്പോ അത് ഉണ്ടാവില്ല, കാരണം ഇപ്പൊ ആരും ഓടിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നില്ല അല്ലെ. എല്ലാം സ്മാർട്ട് ആയില്ലേ, ഇപ്പൊ സ്മാർട്ട് ബോർഡായി. പിന്നെ ആ ടൈമിൽ നമുക്ക് ഈ മറ്റേ 29 രൂപയ്ക്ക് ഒരു സ്ക്രാച്ച് ചെയ്യുന്ന ഒരു 200 MB കിട്ടുന്ന ഒരു സംഭവമുണ്ട്, ഒരു കാർഡ്. അതൊക്കെ ഇപ്പൊ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് ആ ടൈമിൽ ചെറിയ ഫോണ് നമ്മളെ അടുത്ത് ഈ നോക്കിയ ആരുടെങ്കിലും ഒരാളെ കയ്യിൽ നോക്കിയ സ്വിച്ച് ഫോൺ ഉണ്ട്, കയ്യിൽ വലിയ ആളാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവൻ
ഏതെങ്കിലും ഫ്രണ്ടിനെ കഴിയുമ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വലിയ ആളാണ്, അവനിങ്ങനെ തലമ പൊക്കി നടക്കും നമ്മള്, അവന്റെ ആ ഫോണിൽ പാട്ട് കേൾക്കല, അതൊക്കെ ഭയങ്കര വൈബാണ്. ആ ഒരു ഗെയിം കളിക്കുക. ശരിക്കും നമ്മൾ 90s ഒന്നല്ല, എന്നാലും ഈ ടൈം ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ കിട്ടുന്നത് ഭയങ്കര മിസ്സാ. ഇപ്പൊ ചെറിയ പിള്ളേരെ കഴിയുമ്പോൾ ടച്ച് ഫോൺ അതെല്ലാം ഉണ്ടാവും, പക്ഷെ ആ ടൈമിൽ ആ സ്വിച്ച് ഫോണിന്റെ ഒരു കാലത്ത് അതുണ്ടാവുമ്പോൾ ഭയങ്കര ഇതും ആസ്വദിക്കാൻ പറ്റി. സാധാരണഗതിയിൽ 90s 80s ഒക്കെ പറയുന്ന ഒരു കാര്യം, പക്ഷെ നിങ്ങളൊക്കെ അത് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ 2 കാലഘട്ടവും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും. ഒന്നാമത് കാസർഗോഡ് ആയതുകൊണ്ട് ഭയങ്കര നാട്ടിൻപുറത്തിന്റെ നന്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. വളരെ പതുക്കനെ അല്ലെ, എല്ലാ ഉയർച്ചകളും വളരെ പതുക്കനെ വരുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു. അവിടെ കുഗ്രാമൊന്നും അല്ല, നമുക്കറിയാം. അപ്പൊ കുറച്ചുകൂടി ഇതൊക്കെ ആസ്വദിക്കാനും ഈ നടന്നു സ്കൂളിൽ പോകുന്നതും കൂട്ടുകൂടി നടക്കുന്നതൊക്കെ ആസ്വദിക്കും. കാരണം ഇപ്പൊ എല്ലാവരും സ്കൂൾ ബസ്സിലൊക്കെ പോകുമ്പോ അതൊക്കെ മിസ്സാകുന്നുണ്ട്. പണ്ട് എനിക്ക് സൈക്കിൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സൈക്കിൾ കിട്ടാത്തപ്പോ ഫ്രണ്ട്സിന്റെ കൈമ സൈക്കിളൊക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിലിങ്ങനെ പറയും, അയ്യോ നമുക്ക് സൈക്കിൾ വേണം. അപ്പോൾ എന്താ ഒരു പൈസയുടെ ഇതൊക്കെ പ്രശ്നം വരുമ്പോൾ അയ്യോ നെക്സ്റ്റ് ടൈം വാങ്ങിച്ചു തരാം. അപ്പൊ നമ്മളെ ഒരു ആശ വെക്കൂലേ സൈക്കിൾ വേണം. പക്ഷെ എന്നാലും നമ്മൾ അവിടെ പോയിട്ട് സൈക്കിൾ ഓടിച്ചിട്ട് സൈക്കിളെല്ലാം പഠിക്കും. അതൊക്കെ ഇപ്പോൾ ഭയങ്കര മിസ്സാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പോൾ സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ സൈക്കിൾ കിട്ടുമായിരിക്കും. പക്ഷെ ആ ടൈമിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടും. അത് പിന്നെ നാരങ്ങ മുട്ടായി, പിന്നെ മഴക്കാലത്ത് ഇങ്ങനെ കുട പിടിച്ചിട്ട് ഇങ്ങനെ മഴക്ക് ഇങ്ങനെ പോകുന്നത്, ചിലപ്പോൾ കുടയേ ഉണ്ടാവില്ല, കീറിയ ബാഗായിട്ടുണ്ടാവും, ചിലപ്പോൾ കീറിയ ഷഡ്ഡിയ വരെ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ 2 ലൈഫ് നമ്മൾ ആസ്വദിച്ചിരുന്നു. ഇതൊക്കെ അനുഭവിക്കുമ്പോ ചിലപ്പോ നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവും, നല്ല സൈക്കിൾ ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ അത് മെമ്മറിയാണ്. ഇനി പുതിയ കുട്ടികൾക്ക് ഈ പറയുന്ന കണക്ക് ഗെയിംസിന്റെയും അല്ലെങ്കിൽ പുതിയ ടാബിന്റെയും ഒക്കെ മെമ്മറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അവർക്ക് അതും പ്രഷ്യസ് ആയിരിക്കും, നമ്മൾ പറയാൻ ആൾക്കാരല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ആഗ്രഹം എന്താണ്? ഇനിയിപ്പോൾ നമ്മൾ കിട്ടുന്ന പൈസയൊക്കെ കൂട്ടി വെച്ച് സൈക്കിൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ബക്കറ്റ് ലിസ്റ്റിൽ കുറേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് മ്യൂസിക്കാണ്. ഇപ്പോൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കൈമ ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ പരിപാടീൻ്റെ പൈസ കൂട്ടി വെച്ച് ഞാൻ ഒരു ക്ലാബ് ബോക്സ് വാങ്ങി, കഹോൺ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അത് എല്ലാ പരിപാടിക്കും നമുക്കങ്ങനെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു റിതം പാഡ് എടുക്കണമെന്ന് ഒരു വലിയ ആഗ്രഹമുണ്ട്. അത് എൻ്റെ പൈസയിൽ തന്നെ എടുക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. പിന്നെ ഒരു ഫോൺ വാങ്ങിക്കണം. ഇപ്പോൾ വീഡിയോസൊക്കെ ഞാനിപ്പോൾ എല്ലാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിലാണ്. ഞാനിപ്പോൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ഓരോ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് അത് എൻ്റെ ഫോണിലേക്ക് മൂവ് ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫോൺ വാങ്ങിക്കണം. പിന്നെ അത്യാവശ്യം എൻ്റെ ഒരു ചിലവിൽ അമ്മക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ടൈം എടുക്കും, എന്നാലും അതിലേക്കുള്ള ഓരോ കാൽവെപ്പുകളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ക്രൗഡിന് മുമ്പിൽ എൻ്റെ ഒരു പെർഫോമൻസ് ചെയ്യണം, ഫിംഗർ ഡ്രംസ് ചെയ്യണം, പിന്നെ മ്യൂസിക്കായിട്ട് റിലേറ്റ് ആക്കിയിട്ടുള്ള ഒരു പെർഫോമൻസ് വലിയൊരു ഹ്യൂജ് ക്രൗഡിന്റെ മുമ്പിൽ എനിക്ക് പെർഫോമൻസ് ചെയ്യണമെന്ന് വലിയൊരു സത്യമായിട്ടും പറയുന്നത് നമ്മൾ അതിങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ഒരു വലിയ ക്രൗഡിന് മുന്നിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുവാണെന്ന് മനസ്സിൽ കാണുമ്പോൾ അത് നടന്നു കഴിഞ്ഞു എന്നാണ്. ഏറ്റവും അടുത്ത നിമിഷം തന്നെ അത് നടക്കും. അത് മോൻ്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിലേക്കൊക്കെ ഈ കല തന്നെ സഹായകരമാകും. ഇതുപോലുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ കൂട്ടി വെച്ച് അല്ലെ, പൈസ കൂട്ടി വെക്കാൻ അറിയാവോ? പൈസ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പൈസ കൂട്ടിയൊക്കെ അറിയില്ല, ചെലവാ. ഇപ്പൊ ഈ ഒരു ഏജിന് നമ്മള് ഫ്രണ്ട്സായിട്ട് വൈബ് അടിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു കരിയർ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഓർത്ത് വെക്കുമ്പോൾ കുറച്ചേരും പൈസ എറിഞ്ഞതിന് വെക്കണം എന്നുള്ള ഒരു തോട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറിയ ചെറിയ തോതിൽ പൈസ. അതെ, അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഞാൻ വീഡിയോ കാണുന്ന സമയത്ത് മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു മണിയെ കണ്ടു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലുക്ക് ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. എന്റെ മുടി പറഞ്ഞാൽ എനിക്ക് ശരിക്കും നിൽക്കൂല. പണ്ട് കുറെ മുടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഡൊണേറ്റ് ചെയ്തു. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി വന്നു എന്ന് തോന്നുന്നു. പിന്നെ വളർത്താൻ ആഗ്രഹമുണ്ട്. എന്നാലും വീട്ടില് കുറെ മുടി വളർത്തി അമ്മ പറയും പോയിട്ട് വെട്ട് എന്ന് പറയും. ഇപ്പൊ ഫ്രണ്ട്സിനും അങ്ങനെ പറയാം. പക്ഷെ എനിക്ക് ഇഷ്ടം മുടി വെക്കാനാണ്, എന്നാലും ഒരു ഏവറേജിൽ വെക്കാനാണ് ഇഷ്ടം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോൻ്റെ ചിരിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് തോന്നും ഒരു ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള അങ്ങനെ ഒരു മോനാണ്. പക്ഷെ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. മാത്രമല്ല ഫ്രണ്ട്സ് ആണ്, വീഡിയോസ് മുഴുവൻ അവരുടെയൊക്കെ ഐഫോണിലും ഫോണിലും ഒക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഒരാളിങ്ങനെ നന്നായി പോകും, അവൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ അവൻ അടിക്കണ്ട എന്നാണ് സാധാരണഗതിയിൽ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ല ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ബോണ്ട്
മനസ്സിലാവുന്നുണ്ട്. മോൻ്റെ ആ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ നിഷ്കളങ്കതയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നല്ല കൂട്ടുകെട്ടായിട്ട് നല്ലൊരു ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ മോൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മാർഗത്തിലൂടെ ഒരുപാട് ദൂരം പോകാൻ പറ്റട്ടെ. ഏറ്റവും അടുത്ത നിമിഷം തന്നെ ആ വലിയ ക്രൗഡിന് മുന്നിൽ മോൻ്റെ ആ പരിപാടി നടക്കട്ടെ. അതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ നമുക്കും പറ്റട്ടെ. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിനും വന്നതിനും ഒക്കെ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്.